ഈ പേപ്പറിൽ നോക്കുന്നത് ഫാമിലി വെൽഫെയറിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 1 വേർഡ് 2 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഫാമിലി വെൽഫെയറിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ഫെർട്ടിലിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഫെർട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈ ഫെർട്ടിലിറ്റി ഈസ് മെന്റ് ദ ആക്ച്വൽ ബിയറിംഗ് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികളെ പ്രസവിക്കാനുള്ള ഒരു കഴിവ്, അതാണ് നമ്മൾ ഫെർട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫെർട്ടിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സാലിറ്റി ഓഫ് മാരേജ്, അതുപോലെ തന്നെ എല്ലാവരും മാരേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ മാരേജ് ചെയ്യുന്ന ഏജ് വളരെ ലോവർ ആണ്. ഒരു ഗേൾസിൽ 18 അല്ലെങ്കിൽ ബോയ്സിൽ 21 ആ ഒരു ഏജ് ആവുമ്പോഴേ നമ്മൾ മാരേജ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ലിറ്ററസി വളരെയധികം കുറവാണ്. പിന്നീട് പറയുന്നത് പുവർ ലെവൽ ഓഫ് ലിവിങ് ആണ്. കൂടുതൽ പേരും പുവർ കണ്ടീഷൻസിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നീട് നമ്മൾ കോൺട്രാസെപ്റ്റീവ്സിന്റെ ലിമിറ്റഡ് യൂസ്, കൂടുതൽ ആൾക്കാരും ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നീട് പറയുന്നത് ട്രഡീഷണൽ വേസ് ഓഫ് ലൈഫ്, അവര് ട്രഡീഷണൽ ആയിട്ട് പിന്തുടരുന്ന ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ പിന്തുടരുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് അതനുസരിച്ച് നേരത്തെ തന്നെ വിവാഹം ചെയ്യുന്നവര്, അതുപോലെ തന്നെ നേരത്തെ തന്നെ കുട്ടികൾ ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഫെർട്ടിലിറ്റി റേറ്റ് വളരെയധികം കൂടുതലാണ്. ഇനി അടുത്തത് പറയുന്നത് ബർത്ത് കൺട്രോളിനെ കുറിച്ചാണ്. അപ്പം ബർത്ത് കൺട്രോൾ മീൻസ് ബോത്ത് സ്പേസിംഗ് ആൻഡ് ലിമിറ്റിംഗ് പ്രഗ്നൻസീസ് എന്നുള്ളതാണ്. ബർത്ത് കൺട്രോളിൽ നമ്മൾ പ്രഗ്നൻസീസിന്റെ ഇടയിൽ ഇന്റർവെൽ എടുക്കുന്ന സ്പേസിംഗിന്റെ കാര്യവും പറയുന്നുണ്ട്, അതുപോലെ തന്നെ പ്രഗ്നൻസീസ് നിർത്തുന്നതിന്റെ ലിമിറ്റിംഗ് പ്രഗ്നൻസീസ്, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മൾ ബർത്ത് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും ഇത് കോൺട്രാസെപ്ഷൻ വഴിയിട്ടാണ് നമ്മളത് അച്ചീവ് ചെയ്തെടുക്കുന്നത്. ബർത്ത് കൺട്രോൾ മെഷേഴ്സ് എല്ലാം കൂടുതലും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വഴിയിട്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ചില പ്രാക്ടീസസ് ആണ്. നമ്മുടെ ഇൻഡിവിജ്വൽസിനും കപ്പിൾസിനും ചില ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ആണ് ഫാമിലി പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ബർത്ത് ഒഴിവാക്കുക, അതുപോലെ തന്നെ വാണ്ടഡ് ബർത്ത് ബ്രിങ് അബൌട്ട് ചെയ്യുക. പിന്നീട് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസീസിന്റെ ഇടയിലുള്ള ഇന്റർവെല് റെഗുലേറ്റ് ചെയ്യുക. പിന്നീടുള്ളത് നമ്മുടെ പേരൻസിന്റെ ഏജിനനുസരിച്ച് ബർത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ചെറിയ പ്രായത്തിലെ തന്നെ പ്രഗ്നൻസിയിലേക്ക് പോവാതെ ആ ഒരു പേരന്റിന്റെ ഏജിനനുസരിച്ച് ബർത്ത് ടൈം കൺട്രോൾ ചെയ്യുക. പിന്നീട് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ചിൽഡ്രന്റെ നമ്പർ ഡിറ്റർമൈൻ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില പ്രാക്ടീസസ് ആണ് ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നടത്തണം, അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫാമിലി വെൽഫെയറിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു വെൽഫെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, ന്യൂട്രീഷൻ വരുന്നുണ്ട്, ഹെൽത്ത് വരുന്നുണ്ട്, എംപ്ലോയ്മെന്റ് വരുന്നുണ്ട്, വിമൻസ് വെൽഫെയർ ആൻഡ് റൈറ്റ്സ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ. ഇങ്ങനെ നമ്മുടെ വെൽഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടോ, എന്തൊക്കെ വൈറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ വെൽഫെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നുണ്ടോ, ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഫാമിലി വെൽഫെയറിന്റെ കോൺസെപ്റ്റിലും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, ഹെൽത്ത്, എംപ്ലോയ്മെന്റ്, വിമൻസ് വെൽഫെയർ ആൻഡ് റൈറ്റ്സ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഈ പറയുന്ന കണ്ടന്റ്സ് കൂടെ ഇതിനകത്ത് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മോൾ ഫാമിലി സൈസ് ആണ്. അപ്പം നമ്മുടെ ഒരു ഫാമിലി സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫാമിലിയുടെ ഹെൽത്തും ഹാപ്പിനെസ്സും എല്ലാം നിലനിൽക്കുന്നത്. അതായത് ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട്, അപ്പം കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവർക്കുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസും കുറയുകയാണ്. അപ്പം കുട്ടികളുടെ എണ്ണം കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അത്രത്തോളം നമുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫാമിലി സൈസ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം, ഇന്ത്യയിലെ നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആണ് വോളണ്ടറി ബേസിസിൽ ഒരു 2 ചൈൽഡ് നോം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നാം ഒന്ന് നമുക്ക് രണ്ടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അത് ഈ സ്മോൾ ഫാമിലി സൈസ് എന്ന് പറയുന്ന ആ ഒരു ഗോള് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പേസിംഗ് ഓഫ് ചിൽഡ്രൻ ആണ്. അപ്പം സ്പേസിംഗ് ഓഫ് ചിൽഡ്രൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പേസിംഗ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ കൂടുതലും സ്പേസിംഗ് ഓഫ് ചിൽഡ്രൻ
പറയുന്നത് ഫാമിലി സൈസ് കംപ്ലീറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ സ്മാൾ ഫാമിലിനും കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരിലാണ് നമ്മൾ സ്പേസിംഗ് ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ സ്പേസിംഗ് മെത്തേഡ്സ് പറയുന്നത്. മറ്റവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഫാമിലി സൈസ് കംപ്ലീറ്റ് ചെയ്ത അല്ലെങ്കിൽ സ്മാൾ ഫാമിലിനും കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരിലാണെങ്കിൽ നമ്മൾ കൂടുതലും ടെർമിനൽ മെത്തേഡ്സ് അല്ലെങ്കിൽ പെർമനന്റ് മെത്തേഡ്സ് ആണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്തിനും അതിന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവെൽ സ്പേസിംഗ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടുതലും നമ്മുടെ സ്മോൾ ഫാമിലിനും അറ്റൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരിലാണ് നമ്മൾ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരിലാണെങ്കിൽ കൂടുതലും ടെർമിനൽ മെത്തേഡ്സ് ആണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുള്ള രണ്ടെണ്ണമാണ് എലിജിബിൾ കപ്പിൾസും ടാർഗറ്റ് കപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ എലിജിബിൾ കപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ്ലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ്. അതില് സ്ത്രീകള് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലായിരിക്കും, 15 to 49 ഇയേഴ്സിലായിരിക്കും. ഇവരെയാണ് നമ്മൾ എലിജിബിൾ കപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു 1000 പോപ്പുലേഷനിൽ നമുക്ക് 150 മുതൽ 180 വരെ എലിജിബിൾ കപ്പിൾസ് ഉണ്ടായിരിക്കും. ഇപ്പൊ കറന്റ്ലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കും. അതിൽ സ്ത്രീകൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലായിരിക്കും. അവരെയാണ് നമ്മൾ എലിജിബിൾ കപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ടാർഗറ്റ് കപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം 2 or 3 ജീവിച്ചിരിക്കുന്ന കുട്ടികളുള്ള കപ്പിൾസിനെ ആണ് നമ്മൾ ടാർഗറ്റ് കപ്പിൾസ്. ഓൾറെഡി അവർക്ക് 2 അല്ലെങ്കിൽ 3 കുട്ടികളുണ്ട്, അവർ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ടാർഗറ്റ് കപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കപ്പിൾസിലോട്ടാണ്. ഇപ്പം ഇപ്പോ നമ്മൾ ഈ ടാർഗറ്റ് കപ്പിൾ എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് ഒരു കുട്ടിയുള്ളവരെയും അതുപോലെ തന്നെ ന്യൂലി ഇപ്പൊ കറന്റ്ലി മാരീഡ് ആയിട്ട് പെട്ടെന്ന് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 2 അതിൽ കൂടുതലോ കുട്ടികളുള്ള ആൾക്കാരെ മാത്രമായിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ഒരു കുട്ടിയുള്ളവരെയും അതുപോലെ തന്നെ ഇപ്പൊ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിനെയും ടാർഗറ്റ് കപ്പിൾസിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് എലിജിബിൾ കപ്പിളിന്റെയും ടാർഗറ്റ് കപ്പിൾസിന്റെയും കാര്യം പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് ആണ്. അപ്പൊ കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർസെന്റ് ഓഫ് എലിജിബിൾ കപ്പിൾസ് എഫക്റ്റീവ്ലി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ചൈൽഡ് ബർത്ത് ബൈ വൺ ഓർ അതർ അപ്രൂവ്ഡ് മെത്തേഡ്സ് ഓഫ് ഫാമിലി പ്ലാനിങ്. അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന എലിജിബിൾ കപ്പിൾസിന്റെ പെർസെന്റേജ് ആണ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിനകത്ത് ഒരുപാട് ചൈൽഡ് ബർത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഉണ്ട്. സ്റ്റെറിലൈസേഷൻ, IUD, കോണ്ടംസ് അല്ലെങ്കിൽ ഓറൽ പിൽസ്. ഇത് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചൈൽഡ് ബർത്തിനെതിരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എത്ര എലിജിബിൾ കപ്പിൾസ് ഉണ്ട് അവരുടെ പെർസെന്റേജ് ആണ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കോൺട്രാസെപ്റ്റീവ് പ്രാക്ടീസിന്റെ പ്രിവലൻസ് എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ കൂടിയാണ് ഈ ഒരു കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് അല്ലെങ്കിൽ CPR എന്ന് പറയുന്നത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചിരിക്കുക.